ാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ചൂതാട്ട മാഫിയ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് താമരശ്ശേരിയിൽ ലോട്ടറി കട ജീവനക്കാരനായ യുവാവ് തൂങ്ങി മരിച്ചു. താമരശ്ശേരി സ്വദേശി അനന്തുകൃഷ്ണയാണ് തൂങ്ങി മരിച്ചത്. ലോട്ടറി കട ജീവനക്കാരനായ അനന്തുവും എഴുത്ത് ലോട്ടറി ചൂതാട്ട മാഫിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും ബാധ്യത തീർക്കാത്തതിന്റെ തുടർന്ന് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായും അനന്തു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഒരു വനിത ഉൾപ്പെടെയുള്ള സംഘമാണ് അനന്തുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നത്. സിദ്ദിഖ് പന്നൂർ ചേരുന്നു വിശദാംശങ്ങളുമായി താമരശ്ശേരിയിൽ നിന്ന്. സിദ്ദിഖ്, ഈ ചൂതാട്ട മാഫിയ സംഘത്തിന്റെ ഭീഷണി ഉണ്ടായെന്ന് പറയുന്നു. ഇതേ തുടർന്ന് യുവാവിന് തൂങ്ങി മരിച്ചു എന്നാണല്ലോ ഇപ്പോൾ വാർത്ത വരുന്നത്. എന്താണ് സംഭവിച്ചത്? ടോം, ഇന്നലെ രാത്രിയാണ് ദാരുണമായ ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ യുവാവ് ഏതാനും നാളുകളായി ഈ താമരശ്ശേരിക്ക് അടുത്തുള്ള പുതുപ്പാടി കണ്ണക്കപ്പൻകുണ്ട് എന്ന സ്ഥലത്ത് ഒരു ലോട്ടറി കടയിലും അതുപോലെ ഓമശ്ശേരിയിലും ലോട്ടറി കടയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സർക്കാർ ലോട്ടറിയുടെ ഏജൻസി ആണെങ്കിലും ഇവിടെ പ്രധാനമായി നടക്കുന്നത് ഈ ചൂതാട്ടം എന്നാണ്. അതായത് ഒറ്റയക്ക അല്ലെങ്കിൽ 2-3 അക്ക നമ്പറുകൾ എഴുതിയുള്ള ഒരു സമാന്തര ലോട്ടറി, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഈ നടക്കുന്ന ലോട്ടറിയുടെ റിസൾട്ട് സാധ്യതയുള്ള നമ്പറുകൾ എഴുതുകയും ഇതുവഴി സമ്മാനം ലഭിക്കുന്ന ആളുകൾക്ക് 50,000 രൂപ ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിന് വലിയൊരു റാക്കറ്റ് തന്നെ ഈ താമരശ്ശേരി ഏരിയ കേന്ദ്രീകരിച്ച് ഇതിനായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു ആളുകൾക്ക് തന്നെ ഒരു സംഘത്തിന് തന്നെ 10ഓളം ലോട്ടറി ഏജൻസികൾ പോലും ഇത്തരത്തിലുള്ള ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഓരോ ദിവസവും നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ കണ്ണിയായ ഈ യുവാവ്, അതായത് ഇപ്പോൾ തൂങ്ങി മരിച്ച അനന്തുകൃഷ്ണ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പല ആളുകളും ലോട്ടറി എഴുതി അതിന്റെ പണം നൽകാതിരുന്നുവെന്നും അതേപോലെ ഈ പണം ഇത്തരത്തിൽ അനന്ത് തന്നെ ഇനി ഇങ്ങനെ ലോട്ടറി എഴുതി ആ വകയിൽ നഷ്ടമുണ്ടായോ എന്ന് നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ വിഷയത്തിലുണ്ട്. ഏത് രീതിയിലാണ് ഈ സാമ്പത്തിക ബാധ്യത ഈ 20 വയസ്സുകാരനായ അനന്തുവിന് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തതകൾ വരേണ്ടത്. ഏതായാലും വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ പറയുന്നത് ചില ആളുകൾ നിരന്തരം വന്ന് ഈ അനന്തുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അനന്തുവിന്റെ മൊബൈൽ ഫോണും കാണാനില്ല എന്നുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നാൽ അതേപോലെ കടയിലെ ഒരു മൊബൈൽ ഫോൺ അനന്തുവിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ വന്ന് വാങ്ങിപ്പോയിട്ടുണ്ട്. ഒരു വനിത ഉൾപ്പെടെ ഈ ഒരു സംഘത്തിൽ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഇനി ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല എന്നും അനന്തു രേഖപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ സുഹൃത്തുക്കളോടും ഇക്കാര്യം അനന്തു പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ഈ സംഘത്തിന്റെ ഭീഷണി കാരണം അനന്തു ഈ നാട്ടിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തിരുന്നു. കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നീട് ബന്ധുക്കൾ അന്വേഷിച്ച് കണ്ടെത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചത്. എന്നാൽ നാട്ടിലെത്തിയതോടെ വീണ്ടും ഈ സംഘം നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് ഇപ്പോൾ ഈ അനന്തുവിനെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത്. ആരാണ് ഈ സംഘത്തിന് പിന്നിൽ സിദ്ദിഖ്? കാരണം നമ്മൾ സമീപകാലത്ത് ആദ്യമാണ് ഈ ചൂതാട്ട മാഫിയെ കുറിച്ച് കേൾക്കുന്നത്. മുൻപ് ഇത്തരം ചൂതാട്ട മാഫിയകളൊക്കെ സജീവമായിരുന്നുവെങ്കിൽ സമീപകാലത്ത് അത് വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇവിടെ എവിടെ കേന്ദ്രീകരിച്ച്, ഈ താമരശ്ശേരി കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ചാണോ ഈ ചൂതാട്ട മാഫിയ പ്രവർത്തിക്കുന്നത്? പോലീസൊക്കെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ കാണുന്നത്? താമരശ്ശേരി കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ഈ ഒരു ചൂതാട്ട മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും പോലീസ് പരിശോധന നടത്തുകയും ഈ നമ്പറുകൾ എഴുതുന്ന പേപ്പറുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി 1-2 വർഷമായി ഇത്തരത്തിലുള്ള കാര്യമായ പരിശോധനകളോ കാര്യങ്ങളൊന്നും നടക്കാറില്ല. മാത്രമല്ല ഇപ്പോൾ ഈ പേപ്പറിൽ നമ്പർ എഴുതുന്നതിന് പകരം വാട്സാപ്പും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. പണം കൈമാറുന്നത് ഗൂഗിൾ പേ വഴിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ വ്യാപകമായി ഈ താമരശ്ശേരി മേഖല കേന്ദ്രീകരിച്ച് വീടും പറമ്പും ഉൾപ്പെടെ സ്ഥലവും ഉൾപ്പെടെ വിൽപ്പന നടത്തേണ്ടി വന്ന ആളുകൾ പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഉള്ള ഈ ഒരു ചൂതാട്ട മാഫിയയുടെ ഇതിൽ കെണിയിൽപ്പെട്ട് കിടപ്പാടം ഉൾപ്പെടെ നഷ്ടപ്പെട്ട ആളുകൾ പോലും ഈ മേഖലയിലുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു
നടപടി പോലീസിന്റെ ഭാഗത്തോ മറ്റോ ഉണ്ടാവാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി പുതുപ്പാടി മേഖലയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധന ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇത് സംബന്ധിച്ച കാശും രേഖകളും ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂതാട്ട മാഫിയ ഈ മേഖലയിൽ അടക്കി വാഴുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ലോട്ടറി ഏജൻസിയുടെ പേരിൽ ഒരു കട ഉണ്ടാവുമെന്നല്ലാതെ ഇവിടെ ലോട്ടറിയുടെ കച്ചവടം നടക്കാറില്ല. പ്രധാനമായും ഈ ഒരു ഏർപ്പാടാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. വ്യക്തമാണ്. സിദ്ദിഖ് പന്നൂറാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറെ നാളുകളായി താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഇതുപോലെ എഴുത്ത് ലോട്ടറി ചൂതാട്ട മാഫിയ സജീവമാണെന്നാണ് സിദ്ദിഖ് പറയുന്നത്. എന്തായാലും ഇതിന്റെ ഈ ചൂതാട്ട മാഫിയയുടെ ഭീഷണിയെ തുടർന്നാണ് താമരശ്ശേരിയിലെ ഒരു യുവാവിന്റെ മരണം സംഭവിച്ചിരിക്കുന്ന യുവാവ് ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.